നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ചെയ്യാൻ പോവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടുന്ന സപ്ലയറോ അല്ലെ എളുപ്പത്തിൽ കിട്ടുന്ന പ്രോഡക്റ്റോ വെച്ചിട്ട് നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ചെയ്യരുത്. അവിടെയാണ് നിങ്ങളുടെ ഫെയിലിയർ വരുന്നത്. ദിസ് ഈസ് ഡേ 4 ഓഫ് ഹൗ ടു സ്റ്റാർട്ട് ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ്സിൽ പ്രോഡക്റ്റ് കണ്ടെത്താൻ നമ്മൾ ഏത് മാർഗമാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. ഒരുപാട് ആപ്പുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ ഷോപ്പിഫൈയിൽ പോകണമെങ്കിൽ റോപ്പോസോ ക്ലൗഡ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. എല്ലാവരും റോപ്പോസോ ക്ലൗഡാണ് എളുപ്പത്തിൽ എടുത്ത് വെച്ച് ചെയ്യുന്നത്. ഞാനും ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് റോബോസ് ക്ലൗഡ് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല, സക്സസ് ആവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. റോബോസ് ക്ലൗഡ് ത്രൂ ഒരുപാട് പ്രോഡക്റ്റ്സ് എടുത്ത് സെയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറേയൊക്കെ സെയിലായി പോയി. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കമ്പയർ ടു ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, റോബോസോ ക്ലൗഡിലെ പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഇഷ്ടമുള്ളതോ അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിലോ കിട്ടുന്ന പ്രോഡക്ട്സ് എടുത്ത് നമ്മൾ ഓൺലൈൻ ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ഒരിക്കലും സക്സസ് ആവില്ല. നമ്മൾ മാർക്കറ്റിന്റെ ട്രെൻഡ് അറിയണം, കസ്റ്റമറുടെ നീഡ് അറിയണം. ഈ രണ്ട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് വേണം നമ്മൾ പ്രോഡക്റ്റ് കണ്ടെത്താനായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ്സിന് ബെറ്റർ പ്രോഡക്റ്റ് എങ്ങനെ കണ്ടെത്തണമെന്ന് അറിയാൻ ഈ വീഡിയോയുടെ താഴെ പ്രോഡക്റ്റ് എന്ന് കമന്റ് ചെയ്യുക. ഐ വിൽ ഹെൽപ്പ് യു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.